ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് വീട് എന്നുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടിക്കടുത്ത് തിരുമുടിക്കുന്ന് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന 9.5 സെൻറ്റ് സ്ഥലത്ത് 2450 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പുതുപുത്തൻ വീടാണ്. ഈ വീടിൻ്റെ മുൻഭാഗത്തായി അതിവിശാലമായ ഒരു ടാറിംഗ് റോഡാണ് കടന്നു വരുന്നത്. ഈ വീടിന് മനോഹരമായ ഒരു ചുറ്റുമതിലാണ് കൊടുത്തിരിക്കുന്നത്. മുൻഭാഗത്തായി അതിമനോഹരമാക്കി വച്ചിരിക്കുന്ന 2 ഫോൾഡിംഗ് ഗേറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കോമ്പൗണ്ടിന് അകത്തേക്ക് പ്രവേശിച്ചാൽ മുറ്റം ടൈൽ പാക്കി വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ളതും മുറ്റത്ത് 4-5 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വിശാലമായ ഒരു മുറ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിൻ്റെ മുൻഭാഗത്തായി ഏതൊരു വലിയൊരു വാഹനത്തിനും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന അതിവിശാലമായ ഒരു കവേർഡ് കാർ പോർച്ചാണ് ഇവിടെ കിട്ടുന്നത്. ഈ വീടിൻ്റെ ജലസ്രോതസ്സിനായി KWA വാട്ടർ കണക്ഷനും അതുപോലെ തന്നെ ബോർവെല്ലുമാണ് കൊടുത്തിട്ടുള്ളത്. വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി അതിവിശാലമായ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ ഇവിടെയായി അതിവിശാലമായ ഒരു ലിവിംഗ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നു. ലിവിംഗ് ഏരിയയുടെ മുകൾ ഭാഗത്തായി സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അകത്തേക്ക് പ്രവേശിച്ചാൽ ഇവിടെയായി വിശാലമായ ഒരു ഡൈനിങ് ഏരിയയുടെ സ്ഥാനം ഇവിടെയാണ് വാഷ് ഏരിയയുടെ സ്ഥാനം. ഇവിടെയായി ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മനോഹരമായ കിച്ചൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. താഴെയും മുകളിലുമായി നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്ത് ഇവിടെ ഒരു സിങ്ക് കൊടുത്ത് ഒരു കിച്ചൺ ടോപ്പായി ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്.
അതുപോലെ ഇവിടെയായി കിച്ചണോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയുടെ സ്ഥാനം ഇവിടെയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. വളരെ വലുപ്പമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയായി 3 പാളികളിലായി കൊടുത്തിട്ടുള്ള വാർഡ്രോബാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഈ ബെഡ്റൂമിൻ്റെ മുകളിലായി സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. 2 പാളികളിലായി കൊടുത്തിട്ടുള്ള വിശാലമായ ഒരു വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ ഹാൻഡ് റെയിൽ കൊടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുള്ള ഭംഗിയുള്ള ഒരു സ്റ്റെയർ കേസ് തന്നെയാണ് ഈ വീടിനായിട്ട് ഇവിടെ കിട്ടുന്നത്. മുകളിലേക്ക് കടന്നു വന്നാൽ വളരെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നു. ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. അതിവിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. 3 പാളികളിലായി കൊടുത്തിട്ടുള്ള വാർഡ്രോബാണ്. ഇവിടെയാണ് വിശാലമായ ഒരു വാഷ്റൂമിൻ്റെ സ്ഥാനം. ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. 3 പാളികളിലായിട്ട് കൊടുത്തിട്ടുള്ള വാർഡ്രോബുകളാണ് ഇവിടെയും കിട്ടുന്നത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ബാൽക്കണി. അതിവിശാലമായി മനോഹരമാക്കി പണി കഴിപ്പിച്ചിട്ടുള്ള ഭംഗിയുള്ള ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിലാണ് ഹാൻഡ് റെയിലെല്ലാം പിടിപ്പിച്ചിട്ടുള്ളത്. ഈ ബാൽക്കണിയിൽ നിന്നാൽ മുൻഭാഗത്തെ മുറ്റവും റോഡും മറ്റു വീടുകളും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ഭംഗിയുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ കിട്ടുന്നത്. ഈ വീടിൻ്റെ ഓപ്പൺ ടെറസ് ഏരിയ ഇവിടെയാണ് കിട്ടുന്നത്. ഇവിടെ വേണമെങ്കിൽ ഒരു യൂട്ടിലിറ്റി റൂമാക്കി ഡ്രസ് വർക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീനെല്ലാം വയ്ക്കുന്നതിന് ഉള്ള സ്ഥാനം. ഇവിടെ ഒരു വാഷ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു ഓപ്പൺ ടെറസ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്.
വളരെ നല്ല ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിൻ്റെ വളരെ അടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് വെറും 300 മീറ്ററും, കൊരട്ടി ഇൻഫോ പാർക്കിലേക്ക് 2.5 കിലോമീറ്ററും, കൊരട്ടി ജംഗ്ഷനിലേക്ക് 3 കിലോമീറ്ററും, അതുപോലെ തന്നെ ചിറങ്ങര ജംഗ്ഷനിലേക്ക് 3 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. ചാലക്കുടി ടൗണിലേക്ക് വെറും 9 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്ററാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. ഈ മനോഹരമായ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലാണ്. അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഈ വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഓരോ വർക്കുകളും പുരോഗമിപ്പിച്ചിട്ടുള്ളത്. പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും താമസത്തിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ ഒരു വീട് കൂടിയാണ് ഇത്. സിറ്റി ലൈഫിൽ നിന്നുകൊണ്ട് തന്നെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു വീട് കൂടിയാണ് ഇത്. നല്ല അയൽക്കാരോടൊപ്പമുള്ള നല്ലൊരു സൗഹൃദം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടി തിരുമുടിക്കുന്ന് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീട് 9.5 സെൻറ്റ് സ്ഥലത്ത് 2450 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ പുതുപുത്തൻ വീടിന് ഉടമ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ സുന്ദര മനോഹരമായ ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ, ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും OLXലും ഫേസ്ബുക്കിലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.